ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. ചരിത്രം പ്രധാനമായും നോക്കുന്നത് ഭൂതകാലത്തിലേക്കാണ്. പഴയകാല സംഭവങ്ങളും സന്ദർഭങ്ങളുമാണ്. കാലം കൊണ്ടും ദൂരം കൊണ്ടും വേർപെട്ടു പോയവരുടെ കൂടിച്ചേർക്കലുകൾ, ഭൂതകാലത്തിൻ്റെ വർത്തമാന വീണ്ടെടുപ്പ് ഇവയെല്ലാം അനിവാര്യമാണ്. കിത്ത് ജെൻകിൻസ് റീതിങ്കിങ് ഹിസ്റ്ററി എന്ന തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വരികളാണിവ. ഇപ്പോൾ ഈ ഉദ്ധരണി എന്തിനാണ് ഇവിടെ പറഞ്ഞത് എന്നല്ലേ പറയാം. ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നാണ് കുട്ടനാട് മങ്കൊമ്പ് ചതുർത്ഥ്യാകരിയിലെ പെരുമ്പറയൻ്റെ അമ്പലത്തിൽ പോയത്. തെക്കുംകൂറിൻ്റെയും വടക്കുംകൂറിൻ്റെയും രാജഭരണകാലത്തെ പ്രമാണിമാരുടെ കാലത്ത് മടയുറയ്ക്കാൻ ജീവനോടെ കുരുതി കൊടുക്കപ്പെട്ട ഒരാളായിരുന്നു പെരുമ്പറയൻ എന്നാണ് ചരിത്രം. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടവർക്ക് അനർത്ഥങ്ങൾ ഉണ്ടായപ്പോൾ ഒരു കൽപ്രതിമയിൽ പെരുമ്പറയൻ്റെ ആത്മാവിനെ ആവഹിച്ചുവെന്നും ചരിത്രം തുടരുന്നു. ചെന്നിരിക്കാൻ മരങ്ങളോ ചേക്കേറാൻ ചില്ലകളോ ഇല്ലാത്തവരായി ഈ മണ്ണിൻ്റെ മക്കളെ മാറ്റിയവരുടെ, അവരുടെ ദൈവങ്ങളെ നിഷേധിച്ചവരുടെ സങ്കടങ്ങൾ തൻ്റെ പാട്ടുകളിൽ നിറയ്ക്കുന്നുണ്ട് പൊയ്യയിൽ ശ്രീകുമാരഗുരുദേവൻ. ഓർത്തിടുമ്പോൾ ഖേദമുള്ളിൽ നിറയുന്ന കണ്ണീർ പാട്ടുകൾ. ഇവിടെ ഒരു കാലത്ത് നിലനിന്നിരുന്ന അടിമ സമ്പ്രദായത്തിൻ്റെ തുടർച്ചകളായിരുന്നു ഇത്തരം ബലി നൽകലുകൾ. അപ്പനെ വടക്കോട്ടും അമ്മയെ തെക്കോട്ടും വിറ്റുപോകുമ്പോൾ മാനം നോക്കി കരയുന്ന അനാഥ കുഞ്ഞുങ്ങളുടെ നിലവിളികൾക്ക് മുന്നിൽ ഒരു ദൈവങ്ങളും കണ്ണു തുറന്നതായി എനിക്കറിയില്ല. മടയുറയ്ക്കാൻ പെരുമ്പറയനെ ബലി നൽകിയ ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. പാടത്ത് പണിക്ക് പോയ അപ്പനെ കാത്തിരിക്കുന്ന മക്കൾ, അവൻ്റെ പെണ്ണാൾ, അവരുടെ ദൈന്യത. ചിലപ്പോൾ അവരുടെ കുപ്പമാടത്തിലിരുന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അപ്പനെ ജീവനോടെ അടക്കിയ വരമ്പ് കാണാൻ കഴിയുമായിരിക്കും. അപ്പൻ അവർക്ക് പാടിയ പാട്ടുകൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. മാനത്ത് ചുറ്റി പറക്കുന്നവരുണ്ടേ, എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീരൊരു കുഞ്ഞുറക്കോ തരണേ. തന്നാലോ താനാ തിരിന്തിനും താരോ, തന്നാലോ താനാ തിരിന്തിനും താരോ. ഒരിക്കലും മുഴുമിക്കാൻ കഴിയാത്ത തേക്കുപാട്ടുകൾ. പക്ഷേ ചെളിയും വെള്ളവും ആ പാട്ടിനെ ഇടയ്ക്ക് വെച്ച് മൂടിക്കളയും. അമ്പലത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ നിശബ്ദമായ ഒരു നിലവിളിയും തേക്കുപാട്ടും എന്നെ പിന്തുടർന്നു. പക്ഷേ അത് മുഴുമിക്കാൻ കഴിയാതെ വായിലും മൂക്കിലുമെല്ലാം ചെളിവെള്ളം കയറി പകുതിക്ക് നിലച്ചുപോയി. അപ്പോൾ എൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. പാടത്തു പോയി ഒരിക്കലും മടങ്ങി വരാത്ത കാത്തിരിക്കുന്ന കുട്ടികളുടെ പോലെ. ആമീസ് വേൾഡ് 2025 പുതിയ കാഴ്ചകളുമായി വീണ്ടും വരും. കാഴ്ചകൾ തുടരുന്നു. നന്ദി, നമസ്കാരം.